എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വിത്ത് മഷ്റൂം പെപ്പർ സോസാണ്. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് അമർത്തിയേക്കൂ. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചിക്കനിൽ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഈ ഡിഷൊന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ വിത്ത് മഷ്റൂം പെപ്പർ സോസ് തയ്യാറാക്കുന്നതെന്ന്. നമുക്ക് ഈ ചിക്കനെ ഒന്ന് സ്ലൈസാക്കി എടുക്കാം. ദാ ഇതേപോലെ. ഇപ്പോൾ എല്ലാ ചിക്കനും നമ്മളിവിടെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലിങ് ഫിലിം വെച്ച് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തി റോൾ ചെയ്യുന്ന ആ റോളർ ഉണ്ടല്ലോ, ചപ്പാത്തി പരത്തണ റോളർ, അതും വെച്ച് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് അടിച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറും അതിനോടൊപ്പം തന്നെ കുറച്ച് സോൾട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനൊക്കെ വറുക്കാനിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 തണ്ട് റോസ്മേരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ മറിച്ചിടാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ സോസ് തയ്യാറാക്കാം. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒനിയൻ്റെ ഒക്കെ ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു 5 അല്ലി ഗാർലിക്ക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം. ഇത് ക്യാനിൽ തന്നെ മഷ്റൂമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മഷ്റൂമൊക്കെ വെന്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 375 ml തിക്ക് ക്രീം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 250 ml ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ക്രീമും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അതിനോടൊപ്പം ഒരു 1/4 കപ്പ് മിൽക്കും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ക്രീം ഒന്ന് ലൂസാകും. ഇപ്പം നമ്മുടെ മഷ്റൂം പെപ്പർ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനാണിത്. അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മഷ്റൂം പെപ്പർ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ വിത്ത് മഷ്റൂം പെപ്പർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.